ഇന്ന് നമ്മുടെ വർഷിപ്പ് ചെയ്യുന്നത് ചേർത്തലയിന്ന് ജയസ സിസ്റ്റർ ആണ്. ജയസ സിസ്റ്ററിനെ നാമത്തിൽ വർഷിപ്പ് ചെയ്യുന്നതിനായിട്ട് ക്ഷണിക്കുന്നു. നന്ദി. നല്ലൊരു ദിവസം, അനുഗ്രഹിക്കപ്പെട്ടൊരു നല്ല ദിവസം. ഈ നിമിഷം വരെ നമ്മളെ കാത്തു പരിപാലിച്ച ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. കർത്താവേ സ്തോത്രം. ആരാധന 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 അങ്ങേക്കാരാധന. ആമേൻ. ആരാധന 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 അങ്ങേക്കാരാധന. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. അവൻ ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. എൻ പ്രേമഗീതമാ എന്നേശുനാഥനേ, എൻ ജീവനേ കാളും നീ വലിയതാണെനിക്ക്. എൻ പ്രേമഗീതമാ എന്നേശുനാഥനേ, എൻ ജീവനേ കാളും നീ വലിയതാണെനിക്ക്. ഹല്ലേലൂയ. സ്തോത്രപ്പ. നന്ദി യേശുവേ. നമ്മുടെ പുത്തരഞ്ഞു പാട്ടുപാടി ആരാധിക്കാൻ ദൈവത്തെ. വേര് വേണ്ടായേ കൊമ്പിന് വെള്ളം വേണ്ടായേ, മണ്ണ് വേണ്ടായേ കൊമ്പിന് മഴയും വേണ്ടായേ. വേര് വേണ്ടായേ കൊമ്പിന് വെള്ളം വേണ്ടായേ, മണ്ണ് വേണ്ടായേ കൊമ്പിന് മഴയും വേണ്ടായേ. സാന്നിധ്യം മാത്രം മതി ഞാൻ ഒത്തുലഞ്ഞിടുവാൻ. എന്റെ യേശു മാത്രം മതി ഞാൻ ഫലം കായ്ച്ചിടുവാൻ. സാന്നിധ്യം മാത്രം മതി ഞാൻ ഒത്തുലഞ്ഞിടുവാൻ. എന്റെ യേശു മാത്രം മതി ഫലം കായ്ച്ചിടുവാൻ. സാന്നിധ്യമുള്ളിലുള്ളതാ ഞാൻ ആനന്ദിച്ചാത്തിടുന്നേ. ഹരങ്ങൾ മാറിടുന്നേ, ഉള്ളം നാഥനെ വാഴ്ത്തിടുന്നേ. വേര് വേണ്ടായേ കൊമ്പിന് വെള്ളം വേണ്ടായേ, മണ്ണ് വേണ്ടായേ കൊമ്പിന് മഴയും വേണ്ടായേ. വേര് വേണ്ടായേ കൊമ്പിന് വെള്ളം വേണ്ടായേ, മണ്ണ് വേണ്ടായേ കൊമ്പിന് മഴയും വേണ്ടായേ. സാന്നിധ്യം മാത്രം മതി ഞാൻ ഒത്തുലഞ്ഞിടുവാൻ. ചെങ്കടൽ മാറിടുന്നേ മോശയിൻ പാടിയതിനാൽ. മിരിയം പാടിടുമേ അത്ഭുതം കണ്ടതിനാൽ. ചെങ്കടൽ മാറിടുന്നേ മോശയിൻ പാടിയതിനാൽ. മിരിയൻ പാടിടുമേ അത്ഭുതം കണ്ടതിനാൽ. വേര് വേണ്ടായേ കൊമ്പിന് വെള്ളം വേണ്ടായേ, മണ്ണ് വേണ്ടായേ കൊമ്പിന് മഴയും വേണ്ടായേ. വേര് വേണ്ടായേ കൊമ്പിന് വെള്ളം വേണ്ടായേ, മണ്ണ് വേണ്ടായേ കൊമ്പിന് മഴയും വേണ്ടായേ. സാന്നിധ്യം മാത്രം മതി ഞാൻ ഒത്തുലഞ്ഞിടുവാൻ. എന്റെ യേശു മാത്രം മതി ഞാൻ ഫലം കായ്ച്ചിടുവാൻ. പറകു നിറഞ്ഞിടുന്നേ യേശുവിൻ വാക്കതിനാൽ. വിരുന്നൊരുക്കിടുന്നേ നാഥൻ
മുക്തനാക്കിടുന്നേ. വേര് വേണ്ടായേ, മുമ്പിന് വെള്ളം വേണ്ടായേ, മണ്ണ് വേണ്ടായേ, മുമ്പിന് മഴയും വേണ്ടായേ. ആമേൻ. വേര് വേണ്ടായേ, മുമ്പിന് വെള്ളം വേണ്ടായേ, മണ്ണ് വേണ്ട, മുമ്പിന് മഴയും വേണ്ടായേ. സാന്നിധ്യം മാത്രം മതി ഞാൻ ഒത്തുലഞ്ഞിടുവാൻ. മരുഭൂമിയായാലും വൈകിപ്പോയാലും അസാധ്യതകൾ മാത്രം ലോകം ചെന്നാലും. മരുഭൂമിയായാലും വൈകിപ്പോയാലും അസാധ്യതകൾ മാത്രം ലോകം ചെന്നാലും. യേശു ഉള്ളതിനാൽ കോട്ടകൾ കവിഞ്ഞിടുന്നേ. യേശു ഉള്ളതിനാൽ ആയിരങ്ങൾ തൃപ്തരാകുമേ. യേശു ഉള്ളതിനാൽ കൊട്ടാരം പണിതിടുമേ. യേശു ഉള്ളതിനാൽ രാജ്യങ്ങൾ കൈയടക്കുമേ. വേര് വേണ്ടായേ, കൊമ്പിന് വെള്ളം വേണ്ടായേ, മണ്ണ് വേണ്ടായേ, കൊമ്പിന് മഴയും വേണ്ടായേ. ആമേൻ. വേര് വേണ്ടായേ, കൊമ്പിന് വെള്ളം വേണ്ടായേ, മണ്ണ് വേണ്ടായേ, കൊമ്പിന് മഴയും വേണ്ടായേ. സാന്നിധ്യം മാത്രം മതി ഞാൻ ഒത്തുലഞ്ഞിടുവാൻ. എന്റെ യേശു മാത്രം മതി ഞാൻ ഫലം കാഴ്ചയിടുവാൻ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരി ഗബബരി ഗരബലബാരന്ദർശാരഗരഗരേരന്ദാരി ഗബബ. ഓരി ഗബലബലബലബാരന്ദ രക്ഷകരാജഗരഗരേരന്ദാരി ഗബബരി ഗരന്ദ രക്ഷകരാജഗരഗരേ. ഓരി ഗബബബബബബ. ഓ ജീസസ്. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. നന്ദി അപ്പായേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ജീസസ്. ആമേൻ. കർത്താവേ. ഹല്ലേലൂയ. ലിനു സിസ്റ്റർ കേറിയിട്ടുണ്ടോ സിസ്റ്റർ? ഇല്ല, എന്ത് കേറിയിട്ടുണ്ടോ? ലിൻ സിസ്റ്റർ കേറിയിട്ടില്ല. താങ്ക് യു ജേസഫ് ചേച്ചി. കർത്താവ് സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ, നന്മകൾ കൊണ്ട് നിറയ്ക്കട്ടെ. വലിയ അനുഗ്രഹമായിരുന്നു വർഷിപ്പ്. വീണ്ടും വരുന്നതിനായി യേശു ക്രിസ്തുവിന്റെ നാമത്തിലും നമ്മളെ വഴി നടത്തുന്ന തങ്കുവരുടെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ഇന്ന് ഒരു പൂത്തുലയുന്ന ദിവസം കൂടി കർത്താവ് നമുക്ക് വേണ്ടി തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളെല്ലാം കർത്താവിന്റെ വലിയൊരു ആ മീറ്റിങ്ങിലെല്ലാം വലിയ ദൈവസാന്നിധ്യവും വലിയ മീറ്റിങ്ങിൽ പങ്കെടുത്ത എല്ലാവരും ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹം ഒക്കെ ആയിട്ട് മാറ്റി എല്ലാ മഹത്വത്തിന്റെ കർത്താവിനെ അർപ്പിക്കുന്നു. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യത്താൽ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും നിറച്ചു. ഈ ദിവസങ്ങളിൽ 800 കോടി ജനങ്ങളും നേടുവാനായിട്ട് ദേവദാസിന്റെ ഹൃദയത്തിൽ തന്ന ആഗ്രഹത്തിന് ഒത്തവണ്ണം നമ്മൾ ഓരോരുത്തരും കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ അത് ഏറ്റവും അടുത്ത ദിവസങ്ങൾ തന്നെ അതെല്ലാം നമ്മുടെ കൺമുമ്പിൽ തന്നെ അതെല്ലാം സാധ്യമാകും, നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് ലിനു സിസ്റ്റർ പറഞ്ഞത് നമ്മൾ ഹൗസ് വിസിറ്റിന് പോയപ്പോൾ ഓരോ കഴിയുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വന്നിട്ടുള്ള അനുഭവങ്ങൾ ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് ഷെയർ ചെയ്യാ ഓരോ. ഹല്ലേലൂയ. നമ്മള് ഈ വീടുകളിൽ പോണ ഇതാണ് ഉദ്ദേശിക്കുന്നത്. അതാ നമ്മള് നമ്മുടെ മീറ്റിങ്ങുകൾ വെക്കുമ്പോ നമ്മള് അതിനൊക്കെ പോയപ്പോ അങ്ങനെ വാർഡുകളും വീടുകളും ഒക്കെ പോയപ്പോഴത്തേക്ക് നമുക്കുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടില്ലേ? അപ്പൊ അതൊന്ന് പങ്കുവയ്ക്കാനായിട്ടാണ് സിസ്റ്റർ പറഞ്ഞത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഈ മീറ്റിങ്ങുകളൊക്കെ പോയപ്പോ നമ്മള് ഓരോരുത്തരോട് സാക്ഷ്യം പറയാനും അവിടെ കർത്താവ് അവരത് കേൾക്കാനും അതിനൊരു നമ്മളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാനും അവർക്ക് വളരെ സന്തോഷങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ അത് മാത്രമല്ല, നമ്മള് വീടുകളിലൊക്കെ ചെല്ലുമ്പോഴാണേലും വളരെ നല്ലൊരു വരത്തില്ല എന്ന് പറയണവര് പോലും പ്രാർത്ഥിക്കാനും കർത്താവ് അത്ഭുത വിടുതൽ കൊടുക്കുന്നത് കാണാനും ഒക്കെ ദൈവം ഇടയാക്കി. കർത്താവിന് നന്ദി പറയണതിന്. കാരണം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ കർത്താവ് ചെയ്യണ കാണുമ്പോൾ നമ്മൾ തന്നെ ഭയങ്കര അത്ഭുതപ്പെട്ടു പോവുകയാണ്. കാരണം നമ്മളൊന്നുമല്ല, നമ്മുടെ ശിക്കാരി ശമ്പുവിന്റെ വാക്യാണ് നമ്മളെന്തോ സംഭവമാണെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യണം. പക്ഷെ അവിടെ ചെന്ന് പറയുന്നത് കർത്താവ് ചെയ്യണത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞ വണ്ടടിച്ചു പോവുക. അങ്ങനെ കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ മുഖമ്മേല ഒരു മീറ്റിങ്ങിന് പോയപ്പോ ഞങ്ങൾ കുറച്ച് വീടുകളിൽ കയറി. അപ്പൊ കുറച്ച് വീടെന്നല്ല, കുറച്ച് വീടുകളിൽ കയറി. അപ്പൊ ശിക്ഷയും ഞാനും കൂടി ഒരു വീട് കയറി വരുമ്പോ അവരോട് സംസാരിച്ച് വന്നപ്പോ ശിക്ഷയുടെ റിലേഷനുള്ള ഒരു വീടാണ്.
അപ്പൊ ആ ഒരു കുഞ്ഞിന് ഫിക്സ് പോലെ ഒരു പ്രശ്നം വന്നിട്ട് ആ കൊച്ചു ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ കൊച്ചു ഭയങ്കര വയലന്റ് ആയിരുന്നു ഞങ്ങൾ ചെല്ലുമ്പോ. ശരിക്കും അങ്ങനെ അത്രയും ഒരു ആ കുഞ്ഞ് നമ്മളോട്ട് വരാനോ ഒന്നും കൂട്ടാക്കണില്ല. അമ്മ പിടിച്ചു വെച്ചിട്ട് പോലും അത് വരണില്ലായിരുന്നു. പക്ഷെ കുറച്ചുകൂടി കഴിഞ്ഞപ്പോ ആ കുഞ്ഞ് നമ്മുടെ അടുത്തോട്ട് വരിക മാത്രമല്ല, കുഞ്ഞ് പിന്നെ അടുത്ത് വന്ന് കുഞ്ഞോട് സംസാരിച്ച് അവനെ ഇങ്ങനെ തൊടുകയും പിടിക്കുകയൊക്കെ ചെയ്യിച്ച് നമ്മള് ട്രാക്ടൊക്കെ കൊടുത്തങ്ങ് പോയി. പക്ഷെ അവര് ആ മീറ്റിങ്ങിന് കടന്നു വരാൻ ഇടയായി. കാരണം ആ ഏരിയ അന്ന് അത്രയും പ്രശ്നങ്ങളൊക്കെ അവിടെ കണ്ടിട്ട് പോലും അവർ രണ്ടുപേരും ആ വീട്ടിൽ നിന്ന് രണ്ട് വീട്ടിലെ സഹോദരങ്ങൾ ആ വീടെ കടന്നു വരാനും ആ കുഞ്ഞിന് ഇപ്പൊ വലിയ പ്രശ്നമില്ല എന്ന് പറയാൻ ദൈവം ഇടയാക്കി. ആ കുഞ്ഞ് പറഞ്ഞതല്ല. അങ്ങനെ ആ വീട്ടിൽ കയറാനായിട്ട് ഇടയായി. അവിടെ കണ്ട സംഭവം എന്ന് പറഞ്ഞാൽ ഭയങ്കര, അവരെന്താ നേരത്തെ വിശ്വാസത്തിലായിരുന്നു, ഇപ്പൊ അവർ വിശ്വാസത്തിലൊന്നും പോകുന്നില്ല. അവർക്ക് ഇതുവരെ 2 പിള്ളേർക്കും ബൈബിൾ എന്താണെന്നൊന്നും അറിയത്തില്ല. അവരങ്ങനെയൊക്കെ ഉള്ള ഒരു മാനസികാവസ്ഥയിലായിരുന്നു. എന്നാൽ അവിടെ പ്രാർത്ഥിച്ച് അവർക്ക് വലിയ സന്തോഷമായി. ഹല്ലേലൂയ, സ്തോത്രം. കൽപ്പിക്കപ്പെട്ട സമയമുണ്ട്. നമുക്ക് 10:15 ആയുള്ളൂ. ഇനിയും സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ ഹൗസ് വിസിറ്റിങ്ങിനേക്കാളും കൂടുതൽ കർത്താവിന്റെ കൃപയാലെ ഞാൻ ജോലി കഴിഞ്ഞ് വരുന്ന വഴി ട്രാക്ട് കൊടുക്കുകയും സാക്ഷ്യം പറയുകയൊക്കെ ചെയ്യും. അപ്പോ ഇന്നലെ ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോ ഒരു ചേച്ചിക്ക് ട്രാക്ട് കൊടുത്തു. വണ്ടി സൈഡിൽ ഒതുക്കി നിർത്തിയിട്ട് ട്രാക്ട് കൊടുത്തു. ആ ചേച്ചി ഭയങ്കര ധൃതിയായിരുന്നു. അപ്പൊ കർത്താവ് എന്നോട് പറഞ്ഞു, മോളെ അടുത്ത ആൾക്ക് കൊടുക്കുമ്പോ നീ സാക്ഷ്യം കൂടി പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു. അത് കേട്ട് നിൽക്കാനായിട്ടുള്ള ആ ഒരു കൃപ ആ ചേച്ചി ഉള്ളിൽ കർത്താവ് തോന്നിച്ചു. പിന്നെ അത് കഴിഞ്ഞ ഒരു സ്കൂൾ കുട്ടിയെ കണ്ടു. അവരോട് സാക്ഷ്യം പറയാൻ ആ കൊച്ചിന് വിശ്വാസത്തിൽ ഉറപ്പിക്കാൻ എന്നാലാവുന്ന വിധം കർത്താവിന്റെ കൃപയാലെ ചെയ്യാൻ യേശുവിന്റെ നാമത്തിൽ സാധിച്ചു. പിന്നെ ഇന്ന് അങ്ങനെ പിന്നെ അടുത്തൊരു ചേച്ചിനെ കണ്ടപ്പോൾ ആ ചേച്ചി നിഷ ടീച്ചറെ അന്വേഷിച്ചു. ഞങ്ങള് പിന്നെ ഹോസ്പിറ്റലിൽ വിസിറ്റിങ്ങിന് പോകുമ്പോ അവിടെ അങ്ങനെ ആ ചേച്ചി ഞാൻ മറന്നുപോയി. പക്ഷെ ആ ചേച്ചി ഞങ്ങളെ മറന്നില്ല. അങ്ങനെ നിഷ ടീച്ചറെ അന്വേഷിച്ചു, ഫോൺ നമ്പറൊക്കെ ചോദിച്ചു കൊടുത്തു. അവിടെയും ആ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരോട് യേശുവിനെ പറയാനും കർത്താവിന്റെ കൃപയാലെ സാധിച്ചു. ഇങ്ങനെ നമ്മളും ജോലി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഞാൻ ചോദിക്കുന്ന, കർത്താവ് ഇന്ന് ഞാൻ ആരോടാ പറയണ്ടേ? ഞാൻ ബാഗിൽ നിന്ന് ട്രാക്ട് എടുത്ത് ഞാൻ വണ്ടിയുടെ ഫ്രണ്ടിൽ വെക്കും. എന്നിട്ട് ഞാൻ, കർത്താവ് ഇന്ന് ആരോടാ ഞാൻ പറയണ്ടേ എന്ന് ഞാൻ ചോദിക്കും. ഇന്നാണെങ്കിലും ഇന്ന് ഒരു ഹൗസ് വിസിറ്റിങ്ങിന് പോകണം എന്നുള്ള പ്രതീക്ഷയിൽ പോകുന്നതാ. പക്ഷെ കർത്താവ് എന്നോട് പറഞ്ഞു ഒരു സ്ഥലത്ത് വണ്ടി ഔട്ടാൻ പറഞ്ഞു. അങ്ങനെ സംസാരിച്ചു. അപ്പൊ ആ ചേച്ചി പറയുന്നത്, ഞാൻ ഒരു തവണ പറഞ്ഞതാ ആ ചേച്ചിയോട് യേശുവിനെ. അപ്പൊ ആ ചേച്ചി പറഞ്ഞത്, എനിക്കിപ്പോ ഭയങ്കര സന്തോഷമാ, ഒരു ചേച്ചിയോട് സുവിശേഷം പറഞ്ഞു, ട്രാക്ട് കൊടുത്തു, രക്ഷാവചനം ചൊല്ലിക്കാനും എല്ലാം കർത്താവിന്റെ കൃപയാലെ സാധിച്ചു. പിന്നെ ഞാൻ ഹൗസ് വിസിറ്റിങ്ങിന് പോകാൻ അപ്പൊ ഇന്ന് പറ്റത്തില്ലല്ലോ, വിളിച്ചിട്ട് കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ച് വന്ന ആ ചേച്ചിയെ ഞാൻ വരുന്ന വഴിക്ക് കർത്താവ് വഴിയിൽ വെച്ച് കാണിച്ചു തന്നു. എന്നുവെച്ചാൽ നമ്മള് ചിന്തിക്കുന്നത് കർത്താവ് എല്ലാം കാണുന്നുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ ഓരോ ചിന്ത പോലും എന്നുവെച്ചാൽ നമ്മൾ കർത്താവിന്റെ വേലയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അത് കർത്താവ് ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യാൻ കർത്താവ് കൂടെ നിന്ന് സഹായിക്കും. പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഓരോരുത്തരോട് ഇടപെടാൻ പരിശുദ്ധാത്മാവ് ധൈര്യം തരുന്നത്. എനിക്ക് വലിയ കഴിവുള്ള ഒരു വ്യക്തി ഒന്നുമല്ല. പക്ഷെ കർത്താവിൽ ആശ്രയിക്കുമ്പോൾ യേശുവിന് ഒരാളോട് പറയണം, മറ്റൊരുത്തനും രക്ഷയില്ല, ആകാശത്തിന് ഒരേ ഒരു നാമമേ ഉള്ളൂ രക്ഷിക്കപ്പെടുവാൻ. അത് പറയാൻ
കർത്താവ് എന്നെ സഹായിക്കുന്നു. അതിന് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ഞാൻ ഇങ്ങനെ എനിക്ക് ആരെയും കിട്ടിയില്ലെങ്കിലും ഞാൻ പ്രാർത്ഥിക്കും. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കും, പിന്നെ അതോടുകൂടെ സകലതും നമുക്ക് കൂട്ടിച്ചേർക്കപ്പെടും. കർത്താവ് അങ്ങയുടെ രാജ്യവും നീതിയും അന്വേഷിക്കാനാണ് ഞാൻ ഒന്ന് സഹായിക്കും. എല്ലാ മഹത്വം കർത്താവ്. താങ്ക് യു രാഗേന്തോ. കൽപ്പിക്കപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾക്കായിട്ട് നന്ദി. നമ്മളെ ഹൃദയത്തിൽ ആഗ്രഹിച്ചാൽ മതി, കർത്താവ് നമ്മുടെ മുമ്പിക്കൊണ്ട് മക്കളെ മലയിൽ ചോദ്യ നിലയ്ക്ക് ചിന്തവരും ഭയങ്കര കുറ്റബോധം ഉണ്ടായിരുന്നു. കുറ്റബോധം എന്ന് പറഞ്ഞാൽ അവർക്ക് ചില പ്രശ്നങ്ങൾ ജീവിതത്തിൽ ആദ്യമേ വന്ന സംഭവത്തിന്റെ പുറത്ത് ഭയങ്കര കുറ്റബോധമായിരുന്നു. പക്ഷെ ഇപ്പൊ ആ കുറ്റബോധം എല്ലാം മാറി ഒരു സമാധാനം, നിങ്ങൾ വന്നു പോയിട്ട് പിന്നെ ഭയങ്കര സമാധാനമുണ്ട്, ഒരു സന്തോഷം ഉണ്ടെന്ന് പറഞ്ഞ് ചേർത്തല വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കർത്താവ് അത്ഭുതമാക്കി. നമ്മളോട് ഇങ്ങോട്ടാ പറയുന്നത്. ആൾക്കാർ നമ്മൾ അങ്ങോട്ട് പറയേണ്ട കാര്യമില്ല, ഇങ്ങോട്ടാ പറയുന്നത്. നിങ്ങൾ വീട്ടിലോട്ടൊന്ന് വരാവോ എന്ന് ഇങ്ങോട്ടാ ചോദിക്കുന്നത്. ഇനിയും വരണം എന്ന് പറഞ്ഞ് ഇനി അടുത്ത ഈ ദിവസങ്ങളിലും പോണം. അതുപോലെ തന്നെ കർത്താവ് ഓരോ ദിവസവും നമ്മൾ ആഗ്രഹിച്ചാൽ മതി, കർത്താവ് നമുക്ക് ആത്മാക്കളെ മുമ്പിൽ കൊണ്ട് തരും. അവരുടെയൊക്കെ ജീവിതങ്ങളിലെല്ലാം നമ്മൾ മുഖാന്തരം അനേകർക്ക് ഒരു വെളിച്ചമാക്കി നിർത്താനായിട്ടാണ്, അനേകരുടെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ, ഇരുട്ടിൽ അന്ധകാരത്തിൽ കിടക്കുന്നവരെ അത്ഭുത വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനാണ് നമ്മളെ ഓരോരുത്തരെയും നിർത്തിയിരിക്കുന്നത്. വെക്കാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നേരത്തെയൊക്കെ ഹൗസ് വിസിറ്റിങ് ഒത്തിരി പോകുമായിരുന്നു. പക്ഷെ ഈ ഇടയ്ക്കൊന്നും നമുക്ക് പറ്റുന്നില്ല അങ്ങനെ പോകാനായിട്ട്. പക്ഷെ ഞാൻ ആഗ്രഹിക്കും, കർത്താവ് ദിവസം ഒരു വ്യക്തിയോടെങ്കിലും കർത്താവിനെ പറയണം, അവർക്ക് സമാധാനവാക്ക് കൊടുക്കണമെന്ന് എന്നും ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കും. അതുപോലെ തന്നെ എനിക്ക് ഡെയിലി കിട്ടുകയും ചെയ്യും. ആരെങ്കിലും കിട്ടും, നമുക്ക് ഫോണിൽ കൂടെ വിളിച്ചാണെങ്കിലും അവരോട് യേശുവിനെ പറയാനായിട്ട് അവസരം കിട്ടുമായിരുന്നു. അപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ടച്ച് ചെയ്തൊരു സാക്ഷ്യമാണ്. ഞാൻ വർക്ക് ചെയ്ത സ്കൂളില് എന്റെ ക്ലാസ്സിൽ ഒരു സ്റ്റുഡന്റ്, അപ്പൊ പുതിയ ഒരു കുട്ടി വന്ന് ജോയിൻ ആയതായിരുന്നു. അപ്പൊ അവരുടെ പേരൻസിനെ ജസ്റ്റ് ഞാനൊന്ന് കണ്ടതേ ഉള്ളൂ, പിന്നെ കണ്ടില്ലായിരുന്നു. അവരൊന്ന് അഡ്മിഷൻ എടുത്തിട്ട് അങ്ങ് പോയി. അപ്പൊ അന്ന് വൈകുന്നേരം തന്നെ ഞാൻ അവരെ ജംഗ്ഷനിൽ വെച്ച് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് ആ മോളുടെ പേര് കെസിയ, ഞാൻ പറഞ്ഞു കെസിയ മോളുടെ ഒപ്പയല്ലേന്ന് ചോദിച്ചു. അങ്ങനെ പുള്ളിക്ക് എന്നെ ഓർമ്മ കിട്ടിയില്ല. അപ്പൊ പെട്ടെന്ന് സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്ക് എന്തോ ഇങ്ങനെ വിഷമം ഉള്ളിൽ കിടക്കുന്ന പോലെ എന്നോട് പറയുക, ഞങ്ങള് ഇതുപോലെ ഇവിടെയൊന്നും ചേർക്കേണ്ട അല്ല, ഞങ്ങൾ വലിയ സ്കൂളാണ് ഉദ്ദേശിച്ചത്, പക്ഷെ ഞങ്ങളുടെ സാഹചര്യം വളരെ മോശമാ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊരു വാക്കാ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു സാഹചര്യം എന്താ ചോദിച്ചപ്പം പറഞ്ഞു, അവര് ഒരു 1.5 ലക്ഷം രൂപ ഇതുപോലെ ഒരു വിദേശത്ത് പോകാണ്ട് ഒരു കമ്പനിക്ക് കൊടുത്തു. ആ ഏജന്റ് ആ പൈസയായിട്ട് മുങ്ങിക്കളഞ്ഞു, ഞങ്ങൾക്ക് ആ പൈസ കിട്ടത്തില്ല. അതുപോലെ തന്നെ ഭാര്യ നഴ്സിംഗ് കഴിഞ്ഞിട്ട് നിൽക്കുമായിരുന്നു, അതിനും ജോലിയില്ല. അപ്പൊ ആകപ്പാട് തകർന്നിരിക്കുന്നതുകൊണ്ട് ഞങ്ങള് ഒരു പ്ലാനാ ചെയ്തേക്കുന്നത്, ഞങ്ങൾ കുടുംബമായി ആത്മഹത്യ ചെയ്യാന്നുള്ള ഒറ്റ ഉദ്ദേശത്തിൽ ഇരിക്കും. ഇനി ഞങ്ങളുടെ മുമ്പിൽ അത് മാത്രമേ വഴിയുള്ളെന്ന് പറഞ്ഞു. ആ പറഞ്ഞ സമയത്ത് ഞാൻ ആ വഴിയിൽ നിന്ന് തന്നെ പറഞ്ഞു, കർത്താവ് അത്ഭുതം ചെയ്യും എന്ന് ഞാൻ പറഞ്ഞു. കർത്താവ് അത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്ക് പെട്ടെന്ന് തോന്നി നമ്മൾ എന്താ പ്രാർത്ഥിക്കുന്നവരാണല്ലോ എന്ന് തോന്നി. എന്നോട് ചോദിച്ചു, ഇതുപോലെ ടീച്ചറൊക്കെ എവിടെയോ പോകുന്ന ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഞങ്ങൾ ഇന്ന ചർച്ചിലാ പോകുന്നേന്ന് പറഞ്ഞു. അന്ന് വൈകിട്ട് തന്നെ ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് ഫോൺ വിളിച്ചു ഒരു 1.5 മണിക്കൂറോളം സംസാരിച്ചു കഴിഞ്ഞ് പിറ്റേ ദിവസം ബ്രദറിനെ എന്റെ ഹസ്ബൻഡും അവർ രണ്ടുപേരും കൂടെ ആ വീട്ടിൽ ചെന്നു. അങ്ങനെ കർത്താവിനെ പറഞ്ഞതിന് ശേഷം അവർക്ക് അന്ന് ഭയങ്കര ആശ്വാസമാണ്. അവർക്കറിയത്തില്ല, അവരുടെ ഹൃദയത്തിൽ വലിയൊരു ഭാരം മാറിപ്പോയി. അങ്ങനെ അവര് ചർച്ചിൽ കടന്നു വന്നു. അത് കഴിഞ്ഞ് പിന്നെ എന്നെ ഫോൺ വിളിക്കുന്നത്, ഇടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും കാര്യം ഉണ്ടാവുമ്പോൾ വിളിക്കും. ഈ കഴിഞ്ഞ ഇടയ്ക്ക് വിളിച്ചു പറഞ്ഞു ആ പുള്ളിക്കാരന് ദുബായിക്ക് പോയി, ആ ഒപ്പം തന്നെ 1.5 ലക്ഷം രൂപയും തിരിച്ചു കൊടുത്തു. അത് മാത്രമല്ല ടിക്കറ്റ് ഫ്രീ ആയിട്ടും കൊടുത്തു. അപ്പൊ പിന്നെ വൈഫിനോ ഉള്ളായിരുന്നു. വൈഫ് ഇവിടെ ടെസ്റ്റ് എഴുതി കഴിഞ്ഞു. ഇവർ രണ്ടുപേരും ദുബായിൽ രണ്ടുപേരും വർക്ക് ചെയ്യുക. അപ്പൊ കഴിഞ്ഞ ദിവസം ഇങ്ങനെ പറയുക, ഇല്ലായിരുന്നു അന്ന് നമ്മൾ
പൂർണ്ണമായിട്ട് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുവാരെന്ന് പറഞ്ഞു. അത് ഏറ്റവും ടച്ച് ചെയ്ത. അപ്പം വേറെ ഇതുപോലെ ഫ്രണ്ട്സ് ഉണ്ട്, ആത്മഹത്യക്ക് പോയ 2-3 പേരെ എനിക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഒറ്റ ഫോൺ കോളിൽ തന്നെ 2-3 പേരുണ്ട്. അവർ പറഞ്ഞു ഞാൻ മരിക്കാൻ പോയി നിന്ന സമയത്താണ് ഈ ഫോൺ വന്നത്, അതുകൊണ്ട് മാത്രം തിരിച്ചു പോന്നാണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ദിവസം ആഗ്രഹിക്കുമ്പം കർത്താവ് നമ്മുടെ മുന്നേ കൊണ്ടുതരും. അപ്പൊ ഞാൻ ഈ ഇടയ്ക്ക് നമുക്ക് വെളിയിൽ പോകാൻ ഒരു സാധ്യതയില്ല എനിക്ക് വിടുന്നു. പക്ഷെ എന്നാൽ തന്നെയും മറ്റുള്ളവരുടെ ആശ്വാസം പറയാനായിട്ട് ദിവസം ചുരുങ്ങിയത് ഒരു 2 പേരെങ്കിലും കർത്താവ് ഒരുക്കി തരുന്നുണ്ട്. എല്ലാം കർത്താവിന്റെ മഹത്ത്, നമ്മുടെ കഴിവും എടുക്കൊന്നുമല്ല. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഷെയർ ചെയ്തു. ഇന്ന് യാത്രയിൽ പോയപ്പോ ബസ്സിൽ വെച്ച് ഒരാളോട് കർത്താവിനെ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ വന്നതിന് ശേഷം 2 പേരോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൽ ഒരാൾ അംഗീകരിച്ചു, ഒരാൾ പറഞ്ഞു ഇതൊരു മതമാറ്റ പരിപാടി. നേരെ നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ദൗത്യം ഞാൻ അറിഞ്ഞു യേശുവിനെ തന്നു, സ്വീകരിക്കുക എന്നുള്ളത് ചേച്ചിയുടെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞതിന് ശേഷം അവർക്ക് അതിൽ ഒട്ടും വിശ്വാസം വന്നില്ല. അപ്പൊ ഞാൻ ഉള്ളം കൊണ്ട് സന്തോഷിക്കുകയോ ചെയ്തത്. കഴിഞ്ഞ ദിവസം ലേഡി അവിടെ പറഞ്ഞു, അവസാന ആളുകൾ ഇവരെ തള്ളി പറഞ്ഞാലും കർത്താവ് അതും കേട്ടിട്ടുണ്ട്. അപ്പൊ കർത്താവ് നമുക്ക് വേണ്ടി ഇനിയും പറയാനായിട്ട് അവസരം തരും. പക്ഷെ കേട്ട വ്യക്തി തള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരും അധികം താമസിക്കാതെ കർത്താവിലേക്ക് വരിക തന്നെ ചെയ്യുന്നു. അപ്പൊ എന്റെ ഉള്ളിൽ ഞാൻ പറയുക, ഞാൻ ഓർത്തു ഇന്ന് തന്നെ ഞാൻ എന്റെ ഡയറിയിൽ എഴുതി വെക്കും, ഈ വ്യക്തിയോട് ഞാൻ ഇന്ന് പറഞ്ഞു എന്റെ കർത്താവ് ഈ വ്യക്തിയെ എന്റെ മുന്നേ തന്നെ കൊണ്ടുവരും എന്ന് ഞാൻ ഉടനെ കർത്താവിനോട് ഇരുന്ന് പറയായിരുന്നു. അപ്പൊ പുള്ളിക്കാര് പറഞ്ഞു, ലാസ്റ്റ് എന്നോട് പറയുക, ഞാൻ അങ്ങനൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല, ഞാൻ ഒരു കുഴപ്പമില്ല ചേച്ചി, ചേച്ചിക്ക് അറിയത്തില്ലായിരുന്നു, ഞാൻ പറഞ്ഞു തന്നു, സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിച്ചാൽ മതി, യാതൊരു വിഷയവും ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ കർത്താവ് ഇന്ന് ഒരു വലിയ കാര്യം ചെയ്യുന്നത്. ആമേൻ, ഹല്ലേലൂയ. മരണത്തിൽ നിന്ന് ജീവനിലേക്ക് അല്ലെ, നമ്മളെ ഒരു വാക്കാണ് അവരെ മറ്റുള്ളവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് അല്ലെ. നമ്മുടെ വാക്കിന് വളരെ ശക്തിയുണ്ട്. നമ്മൾ യേശുവിന്റെ നാമത്തിൽ എന്ത് പറഞ്ഞാലും കർത്താവ് അത് ചെയ്തു തരിക തന്നെ ചെയ്യും. ഇനിയും നമുക്ക് അനേക ആത്മാക്കളെ കർത്താവ് നമ്മുടെ കരങ്ങളിൽ കൊണ്ട് തരുക തന്നെ ചെയ്യും. ഇനിയും സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കാം. സാക്ഷ്യങ്ങളില്ലേ ഇനി ആർക്കും? ഹൗസിന് പോയതിന്റെ പറഞ്ഞോട്ടെ. പറഞ്ഞു ബ്ലോസമിങ് ജീസസ്, എനിക്ക് തിങ്കളാഴ്ചത്തെ ലേഡീസ് മീറ്റിംഗ് എനിക്ക് പങ്കെടുക്കാൻ പറ്റുകയില്ലെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പങ്കെടുക്കാൻ എനിക്ക് ബാങ്ക് വരെ പോകേണ്ട ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് എന്റെ ബ്രദർ വിളിച്ചു വെച്ചപ്പോ അവര് പറഞ്ഞു ഇപ്പം വരേണ്ട ആവശ്യമില്ല, പിന്നെ വന്നാ മതി എന്ന് പറയുകയും കർത്താവ് ഭയങ്കര സർപ്രൈസ് ആയിട്ട് എന്നെ കോട്ടയത്ത് വിടുകയും ഒരു 9 മിനിറ്റ്. അപ്പം സാക്ഷ്യങ്ങൾ പറയാനുള്ള സമയമുണ്ട്, പറയാം. എല്ലാരും ആത്മാക്കളെ നേടുന്നവരാണ്. ഈ ഡിവൈസിൽ കൂടിയിരിക്കുന്ന ആരും വെറും വിശ്വാസികളല്ല, വലിയ ലോകരാജ്യങ്ങളെ കീഴ്മേ മറിക്കുന്ന ശുശ്രൂഷരാണ്. സാക്ഷ്യങ്ങളുണ്ട്, സമയമുണ്ട് എല്ലാം പങ്കുവെക്കാന്. ഹല്ലേലൂയ. ഞാനും എന്റെ ചേട്ടനും കൂടെ ഒരു ദിവസം ഡോക്ടറെ വീട്ടിൽ പോയി. അപ്പോഴത്തേനും അവിടെ ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ ഇരിക്കുവാണ്. അപ്പൊ ഒരു ചേച്ചീനെ ഇങ്ങനെ കാല് നീരായിട്ട് ഇങ്ങനെ പുള്ളിക്കാരുടെ മോൻ ഇങ്ങനെ പിടിച്ചോണ്ട് ഡോക്ടറെ അടുത്തേക്ക് പോവുക. പക്ഷെ ഡോക്ടറെ അടുത്തേക്ക് പോയിട്ട് ഇറങ്ങി വന്നപ്പോഴത്തേക്കിന് എന്റെ മനസ്സിൽ ഇങ്ങനെ ആ ചേച്ചിക്ക് എന്നോട് കർത്താവിനെ പറയാനായിട്ട് എന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി.
പക്ഷെ എനിക്ക് പറയാനൊരു സാഹചര്യം, ഞാൻ അവിടെ തന്നെ ഇരിക്കുവാണ്. അപ്പൊ ഇരുന്ന് കഴിഞ്ഞപ്പോ അവര് ആ മോനിങ്ങനെ പിടിച്ചുകൊണ്ട് കാറെ കൊണ്ട് ഇരുത്തി കാറ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞാൻ എന്റെ പരിശുദ്ധാത്മാവ്, ഞാനിങ്ങനെ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞേ, പരിശുദ്ധാത്മാവ് എനിക്ക് ആ ചേച്ചിയോട് യേശുവിനെ പറയാനായിട്ട് എന്താ ഒരു ഇത് എനിക്ക് തോന്നണം എന്നൊക്കെ പറഞ്ഞ് എന്നെ സഹായിക്കണം പരിശുദ്ധാത്മാവ്. പക്ഷെ അപ്പോഴും ഞാൻ അവിടെ തന്നെ സീറ്റിൽ തന്നെ ഇരിക്കുക. ഈ ചേച്ചിനെ കാറെ കയറ്റി ആ മോൻ വണ്ടി എടുത്തു തിരിച്ചു ഇങ്ങോട്ട് വണ്ടി ഇങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കുന്ന സമയം വണ്ടി തിരിച്ചിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒരു ചേട്ടൻ ഓടി വന്ന് ആ ചേച്ചിയുടെ മോനോട് സംസാരിക്കുന്നതിന്റെ അത്ര ടൈമിൽ ഞാൻ അങ്ങോട്ട് ഇവിടെ എണീറ്റ് അങ്ങോട്ട് ചെന്നു. പതിയെ ഞാൻ അവിടെ എണീറ്റു, കസേര എണീറ്റിട്ട് ഞാൻ അവിടെ ചെന്ന് നിന്ന് കഴിഞ്ഞപ്പോ ആ ചേച്ചി എന്നെ കണ്ടു. ആ ചേച്ചി എന്നെ നോക്കി ഭയങ്കര സന്തോഷത്തിൽ ചിരിച്ചു. അപ്പൊ ഞാൻ ഓടി ആ ചേച്ചി ആ കാറിന്റെ സൈഡിലേക്ക് എന്നിട്ട് ഞാൻ പറഞ്ഞു, ചേച്ചി യേശു സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കിനും ആ ചേച്ചിക്ക് ഭയങ്കര സന്തോഷമായി. സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, ചേച്ചിയുടെ എല്ലാ അസുഖങ്ങളും കർത്താവ് സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ ആ ചേച്ചി ഭയങ്കര സന്തോഷമായിട്ട് എന്നോട് പറഞ്ഞു, മോളെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കാൻ ധൈര്യമായിട്ടിരിക്കുക, കർത്താവ് സൗഖ്യമാക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ചേച്ചിയോട് എനിക്ക് സുവിശേഷം പറയാൻ ഒരു സെക്കൻഡിനിടെ സാധിച്ച് പരിശുദ്ധ വഴിയൊരുക്കി. പിന്നെ ഞങ്ങള് ഒരു ദിവസം വൈക്കത്ത് ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്കിനും ഡോക്ടറെ കാണാനായിട്ട് ഇങ്ങനെ ഇരിക്കുക. പക്ഷെ ഡോക്ടർ അവിടെ വന്നിട്ടില്ല. അപ്പൊ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കിനും ഒരു സഹോദരിക്ക് ഇങ്ങനെ നടുവേദന കൊണ്ട് ഒരു രക്ഷയില്ല. അപ്പൊ അവരങ്ങനെ ഇരിക്കുക. പെട്ടെന്ന് എന്റെ അവരുടെ ആ സഹോദരിയുടെ അടുത്ത് പെട്ടെന്ന് ഞാൻ അവരുടെ അടുത്ത് ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്ക് അവരോട് പതിയെ യേശുവിനെ പറയാൻ സാധിച്ചു. അങ്ങനെ ആ സഹോദരിയുടെ നടുവിന് കൈവച്ച് ഞാൻ അപ്പൊ തന്നെ പ്രാർത്ഥിച്ചു. ഞാൻ യേശുവിനെ വിശ്വസിക്കുന്നുണ്ടോ, ഞാൻ ഇപ്പൊ പ്രാർത്ഥിക്കാൻ സഹോദരിക്ക് പ്രാർത്ഥിച്ചോളാൻ പറയും, എനിക്ക് യേശുവിനെ വിശ്വാസമാന്ന് പറയും. അപ്പൊ തന്നെ ഞാൻ സഹോദരൻ നടുവിന് കൈവച്ചിട്ട് ഞാൻ പറഞ്ഞു, ഡോക്ടർക്ക് ഒരു പരിധിയുണ്ട്, പക്ഷെ നമ്മുടെ ദൈവം വിശ്വസ്തനായി, യേശു സൗഖ്യമാക്കുന്ന ദൈവമാണെന്ന് പറയും. അപ്പൊ തന്നെ ഞാൻ നടുവിന് കൈവച്ച് പ്രാർത്ഥിച്ചു. ഒട്ടും നടക്കാനോ ഒന്നിനും പറ്റണില്ല. പക്ഷെ അപ്പൊ തന്നെ പ്രാർത്ഥിച്ചു. അപ്പൊ തന്നെ ആശ്വാസവും, വേദനയ്ക്കൊരു ആശ്വാസം. എൻ്റെ ഒരു നമ്പർ വാങ്ങിച്ചു, ഞാൻ വിളിച്ചോണ്ടിരിക്കുന്നു ആ സഹോദരിയെ. പിന്നെ ഈ കഴിഞ്ഞ 3 ദിവസങ്ങളിലുള്ള മീറ്റിങ്ങില് കർത്താവ് വലിയ അത്ഭുതം ചെയ്ത്. കാരണം എനിക്ക് ഇയർ ബാലൻസിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ മരുന്ന് കഴിച്ച് എന്നാലും എനിക്ക് കിടക്കുമ്പോ ഇടത്തേക്ക് ഒട്ടും എനിക്ക് തിരിഞ്ഞ് കിടക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പൊ തന്നെ ഇങ്ങനെ തല കറങ്ങുന്ന പോലെയായിരുന്നു. പക്ഷെ ഞായറാഴ്ചത്തെ ആ മീറ്റിംഗ് ഞാൻ എപ്പോഴും യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എനിക്ക് ഡോക്ടർ 2 ആഴ്ചയും മരുന്ന് തന്നെങ്കിലും ഞാൻ 1 ആഴ്ച ഞാനത് കഴിച്ചുള്ളൂ. പക്ഷെ ഞാൻ എപ്പോഴും പറയും, യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, എന്റെ ശരീരത്തിൽ ഞാൻ അനുവദിക്കുന്നില്ല എന്നൊക്കെ പറയും. ഇയർ ബാലൻസ് കറക്റ്റ് ആകട്ടെ എന്നൊക്കെ പറയും. അപ്പോഴത്തേനും ഈ 3 ദിവസത്തെ മീറ്റിങ്ങില് ഞാൻ അത് കൂടിയിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്ക് ഒരു കുഴപ്പമില്ല. ദൈവസാന്നിധ്യം അവിടെ ഞായറാഴ്ച ദൈവസാന്നിധ്യം ഇറങ്ങി കർത്താവിന്റെ ആ പരിശുദ്ധാത്മാവിന്റെ ആ തീയിൽ അഭിഷേകം നമ്മൾ പ്രാപിച്ച്, എന്താ പറയുക, നിൽക്കാൻ പറ്റാത്ത വിധത്തിലുള്ള അഭിഷേകം പ്രാപിച്ച്, നിൽക്കാൻ പറ്റത്തില്ലാത്ത. അപ്പൊ എനിക്ക് തന്നെ ഒരു അത്ഭുതമായിപ്പോയി. ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോ എനിക്ക് ഇടത്തേക്ക് തിരിഞ്ഞു കിടക്കാം, എനിക്ക് ഒരു കുഴപ്പമില്ല. കർത്താവ് വലിയ അത്ഭുതം ചെയ്തു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. നിഷ സിസ്റ്റർ, ഒരു സാക്ഷ്യം കൂടെ. അത് എന്റെ നാത്തൂന് ഇപ്പൊ ഫോൺ സ്റ്റക്ക് ആയിരിക്കുന്നു പറയുന്നു. ഹലോ, കേക്കാം പറഞ്ഞു. അവർക്ക് നേഴ്സിംഗ് കഴിഞ്ഞതാ. അപ്പൊ ഒത്തിരി സ്ഥലത്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാ. ആപ്ലിക്കേഷൻ പലയിടത്തും കൊടുത്തായിരുന്നു. അപ്പൊ ആദ്യം അങ്ങനെ വിളി വന്നിടത്തേക്കൊന്നും പോകാൻ പറ്റിയില്ല. പക്ഷെ ഈ കഴിഞ്ഞ ദിവസം വഴുത്തല തൊടുപുഴയിൽ അവിടെ ഹോസ്പിറ്റലിൽ വിളിച്ചു. അപ്പൊ 2-3 പ്രാവശ്യം വിളിച്ചു കഴിഞ്ഞപ്പോ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ അവരെ ലാസ്റ്റ് വിളിച്ചു, ജസ്റ്റ് വരാമോ. അവരങ്ങ് നമ്മളോട് നിർബന്ധം പിടിക്കുക. അതും നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിലുള്ള സാലറി പ്ലസ് വണ്ടിക്കൂലിയായിട്ട് അവര് ഇന്ന് നാളെ ചെന്ന് ജോയിൻ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഇപ്പൊ ഫോൺ സ്റ്റക്ക് ആയിരുന്നോണ്ടാണ് ഞാനങ്ങ് വിളിച്ചത്. സ്തോത്രം. ഹല്ലേലൂയ. അത്ഭുത സാക്ഷ്യത്തിനായിട്ട് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. ചോദിക്കുന്നില്ല, നിലയ്ക്കുന്നില്ല, അത്യന്തപരമായിട്ടാ കർത്താവ് ചെയ്യുന്നത് അല്ലെ. നമ്മുടെ
നമ്മള് ചെറിയ രീതിയിൽ ചോദിച്ചാലും കർത്താവിന്റെ മക്കൾക്ക് കൊടുക്കുമ്പോൾ കർത്താവ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടല്ലേ കൊടുക്കുകയുള്ളൂ. ഹല്ലേലൂയ. എല്ലാ മഹത്വം എന്റെ കർത്താവിന്. ഹല്ലേലൂയ. സാക്ഷ്യങ്ങളുണ്ട് ആർക്കെങ്കിലും? സാക്ഷ്യങ്ങള്? എനിക്ക് ദൈവനാമത്തിൽ മാത്രമുണ്ട്. എനിക്കൊരു സാക്ഷ്യമുണ്ട്. അപ്പൊ കർത്താവിന്റെ കൃപയാല് ഒരു LIC ഇന്ന് വിളിച്ചിട്ട് പറഞ്ഞു, മച്ചറായെന്നും പറഞ്ഞ് വിളിച്ചു പറഞ്ഞു. സാമ്പത്തികമായിട്ട് നമ്മള് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് കൊടുത്താലും അത് 100 മടങ്ങല്ല നമുക്ക് കർത്താവിന്റെ മഹത്വത്തിന്റെ ധനത്തിനകത്താണ് കർത്താവ് തരുന്നത്. ഹല്ലേലൂയ. നമ്മള് വിതയ്ക്കുമ്പോൾ നമ്മൾ ഓർക്കത്തില്ല ഇത് അല്ലെ, പക്ഷെ ആർപ്പോടെ കൊയ്യും. കണ്ണീരോടെ വിതച്ചാലും നമ്മൾ ആർപ്പോടെ കൊയ്യും. ഹല്ലേലൂയ. അത് വചനം പറഞ്ഞ പോലെ തന്നെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വിതച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് 100 മടങ്ങായിട്ടാ കർത്താവ് തന്നു. ഒന്നിനും മുട്ടില്ലാതെ വേണം കർത്താവ് ആരുടെ മുമ്പിൽ കൈ നീട്ടാതെ വേണം. ഈ മാസം കുറച്ച് ടൈറ്റുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഓർത്ത് കർത്താവ് എന്ത് ചെയ്യണം, പണയം വെക്കണമെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരുന്ന, പക്ഷെ അതൊന്നും വേണ്ടി വന്നില്ല. ഇന്ന് വിളിച്ചു പറഞ്ഞു LIC മച്ചുറായിട്ടുണ്ടെന്ന്. അപ്പൊ നമുക്ക് കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്ന വഴി നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഇത് ഇന്ന് മച്ചുറായ കാര്യമൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ട് പോലില്ല. പക്ഷെ ഇന്ന് ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞു കർത്താവ് വലിയ ചെയ്യുന്നു. നമ്മളെ ഓരോ കാര്യങ്ങളും അനുനിമിഷം കർത്താവ് നമ്മളെ ഓരോരുത്തരെയും കരുതുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ആവശ്യങ്ങൾ മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് കർത്താവിന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണ കർത്താവ് നമ്മളെ ഓരോ നിമിഷം അനുനിമിഷം ശ്രേഷ്ഠകരമായിട്ട് പൈസ ചെയ്യാ ഇങ്ങനെ ചെയ്യാന്നൊക്കെ വിചാരിക്കുക, ആവശ്യങ്ങൾ നിറവേറ്റാന്ന്. പക്ഷെ കർത്താവ് അതിനൊന്നും സമ്മതിക്കത്തില്ല. കർത്താവിന്റെ മക്കൾക്ക് ഏറ്റവും ബെസ്റ്റേ കർത്താവ് കൊടുക്കുള്ളൂ. അതുപോലെ കർത്താവിന് വേണ്ടി കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി കരുതുന്നുണ്ട്. എല്ലാ മക്കളുടെ കർത്താവിന്. ഹല്ലേലൂയ. ആരെങ്കിലും പറയാനാണ്? മ്യൂട്ട് മാറ്റിയിട്ടുണ്ടോ? 1 മിനിറ്റ്, 1 മിനിറ്റ് കൊണ്ടുവന്നു. രാഗേന്ദ്രൻ ആശീർവാദം പറയാവോ? പ്രാർത്ഥിച്ച ആശീർവാദം. പിതാവായ ദൈവമേ, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ മീറ്റിങ്ങിനെ കർത്താവ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഗ്രഹമാക്കി തന്നതിനായ സ്തോത്രം. കർത്താവെ, ആരാധന ലീഡ് ചെയ്ത ജയശ്രീ സിസ്റ്റർ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇന്ന് സാക്ഷ്യം പറഞ്ഞ ഓരോ മക്കളെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവെ, ഇനിയും ഓരോ മക്കളുടെ ജീവിതത്തിൽ ഒരുപാട് സാക്ഷ്യങ്ങൾ ഉണ്ടാവട്ടെ. അനുഗ്രഹിക്കുന്നു. കർത്താവ്, പട്ടണങ്ങളെ പിടിക്കുന്ന സഹോദരിമാരാണെന്ന് കർത്താവെ അങ്ങാണ് പറഞ്ഞിരിക്കുന്നത്. അത് വരും ദിവസങ്ങളിൽ അത് ക്രിയ ചെയ്യട്ടെ യേശുവിന്റെ നാമത്തിൽ. ആകയാൽ പിതാവിന്റെ സ്നേഹം, പുത്രനാം യേശു കർത്താവിന്റെ കൃപ, ഞങ്ങളെ ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സഹവാസം, കൂട്ടായ്മ ഞങ്ങൾ ഓരോരുത്തരോടും കൂടെ ക്രിസ്തുവേശുവിന്റെ വരവോളം ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ക്രിസ്തുവേശു മുഖാന്തരം ചെയ്യുന്ന വിധാനത്തെ ആർത്ത് വിളിച്ച് സ്തോത്രം ചെയ്യാം. വേഗം വരണമേ. സിസ്റ്റർ ശാരദാമ്മേനെ കാണുന്നില്ലല്ലോടാ. ശാരദാമ്മക്ക് ഇയർ ബാലൻസ് ഒക്കെ ആയതുകൊണ്ട്